പ്രമുഖ വ്യവസായിയും ബീഹാറിൽ നിന്നുള്ള ബി.ജെ.പി. നേതാവുമായ ഗോപാൽ ഗോങ്കയെ വെടിവെച്ചു കൊന്നു. പട്നയിലെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. വീട്ടിലേക്ക് പോകും വഴി അജ്ഞാതൻ എത്തി വെടിയുതിർക്കുകയായിരുന്നു. അക്രമി ഓടി രക്ഷപ്പെട്ടു. ആദ്യം CCTV ദൃശ്യങ്ങൾ കാണാം. ശരത്ലാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ശരത്ലാൽ, ദാരുണമായ സംഭവം. അക്രമി ഇതുവരെ പിടികൂടാനായില്ലേ ബീഹാർ പോലീസിനെ? ബില്ലിൽ അതുതന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ബീഹാർ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണത്തെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. എന്നാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നടന്നത്. അതായത് ഏറ്റവും കോസ്റ്റായ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാറ്റ്നയിലെ പോർട്സ് കോളനിക്ക് തൊട്ട് മുമ്പിൽ സ്വന്തം വസ്തിക്ക് മുമ്പിലാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. ഇതിനു മുമ്പ് 5 വർഷം മുമ്പ് ഇദ്ദേഹത്തിന്റെ മകനും ഇതേ രീതിയിൽ തന്നെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്ന ബീഹാറിലെ ക്രമസമാധാനം തകരുന്നു എന്ന RJD ഇപ്പോൾ RJD പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ബീഹാറിൽ ഇപ്പോൾ ജംഗിൾ രാജാണ് എന്നാണ് RJ തേജസ്വിനി യാദവിന്റെ ആരോപണം. എന്നാൽ ഇപ്പോൾ നിലവിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് CCTV ഫൂട്ടേജുകൾ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വന്തം ഫ്ളാറ്റിൽ നിന്ന് വസതിയിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തി മോട്ടോർ സൈക്കിളിൽ നിന്ന് വെടിവെക്കുന്ന CCTV ദൃശ്യങ്ങളാണ് വന്ന് അതിനുശേഷം വെടിവെച്ച് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ബിനിൽ നമ്മൾ അല്പസമയവും കണ്ടത്. ഇത് ഗാന്ധി മൈതാനിൽ നിന്നുള്ള പാറ്റ്നയിലെ വളരെ സമ്പന്നന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് ഇത്തരമൊരു കൊലപാതകം നടന്നത്. ഇത് ബിസിനസ്മെൻ, അതായത് വ്യവസായികളെ പാറ്റ്നയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ സംബന്ധിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് തീർച്ചയായും ബീഹാറിലെ ക്രമസമാധാന നില തകർന്നു എന്നുള്ള RJD ആരോപണത്തെ ശരിവെക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. BJP നേതാവാണ്, ഭരണകക്ഷിയുടെ നേതാവാണ് ഇപ്പോൾ ദാരുണമായി കൊല്ലപ്പെട്ടത്. ബീഹാറിന്റെ ഹൃദയഭാഗത്ത് പട്നയിലെ പോഷ് കോളനിയിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. കൊലപാതകം നടന്നിരിക്കുന്നത്. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.